എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഇപ്പോൾ പൊതുവേ മാർച്ച് ഫോർ സയൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ മാർച്ച് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെ അങ്ങ് ഉത്ബുദ്ധരാക്കാനാണ് പൊതുവെ നോക്കാറ്. പക്ഷേ നിങ്ങളൊക്കെ ശാസ്ത്രത്തിൻ്റെ വെറ്ററൻസാണ്, ശാസ്ത്രത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെന്നുള്ളതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് പ്രബുദ്ധരാക്കി ഇങ്ങനെ ശാസ്ത്രത്തിന് വേണ്ടി മുന്നണി പോരാളികളാക്കി മാറ്റേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി മുന്നണി പോരാളികളാണ്. അപ്പോൾ ഇതിനെ ഈ ക്യൂരിയോസിറ്റി ലാബ് എന്ന പ്രോഗ്രാമിൽ എൻ്റെ ഒരു ആശംസാ പ്രസംഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഞാൻ മാർച്ച് ഫോർ സയൻസിനെ പറ്റി കുറച്ച് വാക്കുകൾ അവതരിപ്പിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാർച്ച് ഫോർ സയൻസിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു മാർച്ച് മാത്രമല്ല, പണ്ട് സോക്രട്ടീസിൻ്റെ കാലം തൊട്ടേ പറയും സയൻസിന് വേണ്ടി ആരൊക്കെ ശക്തിയായിട്ട് നിന്നിട്ടുണ്ടോ, സയൻസിന് വേണ്ടി വാദിച്ചിട്ടുണ്ടോ, അവിടെ എല്ലാം സയൻസിനെ മാർച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാർച്ച് ഫോർ സയൻസ് എന്ന് പറയുന്നത് ഇന്നുണ്ടായ ഒരു സംഗതിയല്ല, അത് എന്നും ഉണ്ട് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. പക്ഷേ എങ്കിലും നമുക്ക് ഒരു തുടക്കമെന്ന രീതിക്ക് നമുക്ക് ഗലീലിയോയുടെ വിചാരണ കോടതിയെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ കാണാം. ഗലീലിയോ എന്ന് പറയുന്ന അന്ന് വിചാരണയ്ക്ക് വിധേയനാകുമ്പോൾ അദ്ദേഹത്തിന് 69 വയസ്സുണ്ട്, വൃദ്ധനാണ്. കണ്ണ് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ടെലിസ്കോപ്പിലൂടെ സൂര്യനെയും മറ്റും നോക്കി കണ്ണിൻ്റെ കാഴ്ച ഏതാണ്ട് പോയി. അദ്ദേഹത്തെ, ആ ദുർബലനായ മനുഷ്യനെ ഏതാണ്ട് ബലം പ്രയോഗിച്ച് താൻ കണ്ടെത്തിയ കാര്യം തെറ്റാണ്, ഇതൊന്നും ചലിക്കുന്നില്ല എന്ന് നിർബന്ധപൂർവ്വം പറയിക്കുന്നു ഗലീലിയോ കൊണ്ട്. അങ്ങനെ നിർബന്ധപൂർവ്വം അത് സമ്മതിച്ചു. അവരുടെ അധികാരത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് അദ്ദേഹം അത് സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ആരും കേൾക്കാതെ വളരെ ദുർബലമായ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്, എപ്പർ സീ മൂവ്, എങ്കിലും അത് ചലിക്കുന്നുണ്ട് എന്ന് ഗലീലിയോ പറഞ്ഞെന്നാണ് പറയുന്നത്. ശരിക്കും ആ ദുർബലമായ ശബ്ദവും നമുക്ക് എന്താണ് ഈ അധികാരത്തിനെതിരെ ഉള്ള ഒരു സ്റ്റാൻഡായിട്ട്, ഒരു പ്രതിരോധമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. എന്നാൽ ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായും വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. നമ്മൾ ഗലീലിയോയാണ് മോഡേൺ ഈ സയൻസിൻ്റെ പിതാവായിട്ടൊക്കെ പറയുന്നത്. ആധുനിക ശാസ്ത്രം ഗലീലിയോയുടെ കാലത്തോടു കൂടി, അതായത് ചോദ്യം ചെയ്യുക, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, തെളിവ് ആവശ്യപ്പെടുക, അതോറിറ്റി ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതുകൊണ്ട് സമ്മതിക്കാതെ വിശ്വസിക്കാതിരിക്കുക, ചോദ്യം, അത്തരം കാര്യങ്ങൾ നമ്മൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ സ്വന്തം പരീക്ഷണങ്ങളിലൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുക തുടങ്ങി ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നതെല്ലാം ഏതാണ്ട് ഗലീലിയോയുടെ കാലം തൊട്ടാണ് ആരംഭിച്ചെന്നുള്ളതുകൊണ്ട് ഗലീലിയോ നമ്മൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് പറയാറുണ്ട്. 2017 മാർച്ച് 22 അതൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് ഉയർന്ന ഒരു ദുർബലമായ ശബ്ദമൊന്നുമല്ല, ആരും കേൾക്കാതെയല്ല പറഞ്ഞത്. അന്ന് ഏതാണ്ട് 600 പട്ടണങ്ങളിൽ, അമേരിക്കയിലാണ് പ്രധാനമായിട്ട് നടക്കുന്ന 600 പട്ടണങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ, അതിനകത്ത് ശാസ്ത്രജ്ഞന്മാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, സാധാരണക്കാരുണ്ട്, കൃഷിക്കാരും തുടങ്ങി എല്ലാ തരം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ മാർച്ച് ചെയ്തു. ആ മാർച്ച് ചെയ്തത് നമ്മൾ ഇന്നിപ്പോൾ ശാസ്ത്രത്തെ ആഘോഷിക്കാനായിട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അത് ശാസ്ത്രത്തെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല, ശാസ്ത്രത്തിന് പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ്. ശാസ്ത്രത്തിനെതിരെ ആക്രമണം നടക്കുന്നു, ശാസ്ത്രത്തെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ആ മാർച്ച് നടക്കുന്നത്. അന്ന് അന്റാർട്ടിക്ക വരെ ഈ മാർച്ച് നടന്നു എന്നാണ് പറയുന്നത്. അന്റാർട്ടിക്കയിലെ പട്ടണങ്ങളിൽ പോലും, അന്റാർട്ടിക്കയിലെ എത്ര പട്ടണമെന്ന് എനിക്കറിയില്ല, എന്നാൽ അന്റാർട്ടിക്കയിലും ഈ മാർച്ച് ഫോർ സയൻസ് അന്ന് നടന്നു. ഈ മാർച്ച് ഫോർ സയൻസിൻ്റെ കാരണം എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളത്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ് മാർച്ച് ഫോർ സയൻസ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, മാർച്ച് ഫോർ സയൻസ് ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചാണ്. നമുക്കറിയാം ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മുടെ ദശകങ്ങളായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദശകങ്ങളായിട്ട് ശാസ്ത്രജ്ഞന്മാർ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി പഠിക്കുന്നു. അതേസമയം തന്നെ കൗണ്ടറായിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ല, കാലാവസ്ഥാ വ്യതിയാനമൊന്നും ഇല്ല, ഇത് ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള ചില മാറ്റങ്ങളാണെന്ന് പറഞ്ഞ് വേറൊരു കൗണ്ടർ ആർഗ്യുമെൻറ്റ്. പക്ഷേ ഏതാണ്ട് 2015 ആകുമ്പോഴത്തേക്കും ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നതിനെ ഒരു വസ്തുതയായിട്ട് ഏറെക്കുറെ ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിൽ വന്ന പഠനങ്ങൾ തെളിവ് സഹിതം അത് അവതരിപ്പിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യൻ്റെ ഇടപെടലുകളാണ് ഈ ത്വരിതഗതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം, ടെമ്പറേച്ചർ കൂടുന്നതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി ആ സമയപ്പോൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഫോസിൽ ഫ്യൂവലുകൾ കത്തിക്കുന്നതാണ് ഇതിന് കാരണം എന്ന് 2015 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ എസ്റ്റാബ്ലിഷ് ചെയ്തതിനെ അധികാരികൾക്ക് അംഗീകരിക്കേണ്ടി വന്നു എന്നാണ് ആ വർഷത്തിൻ്റെ പ്രത്യേകത. 2015 പാരീസിൽ വെച്ച് 195 രാജ്യങ്ങൾ പാരീസ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു.
ആ പാരീസ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച്, ടെമ്പറേച്ചർ 2 ഡിഗ്രിക്ക് അപ്പുറം പോകുന്നത് കുറയ്ക്കാനായിട്ട് സർട്ടൈൻ കാര്യങ്ങൾ, പ്രത്യേക കാര്യങ്ങൾ ഇന്ന രീതിക്ക് ഞങ്ങൾ ചെയ്യും എന്ന് ഓരോ രാജ്യങ്ങളും കമ്മിറ്റ് ചെയ്തുകൊണ്ടാണ് 2015 ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. എന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, അന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു ചരിത്ര മുഹൂർത്തമാണ് 2015 ഒപ്പുവയ്ക്കലെന്ന് പറയുന്നത്. കാരണം ഈ ശാസ്ത്രത്തെ ഇത്രയും അധികാരികൾ ഒരുമിച്ച് ഒരു ശാസ്ത്ര സത്യത്തെ, ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു കണ്ടെത്തലിനെ ഇത്രയും അധികാരികൾ ഒരുമിച്ച് അംഗീകരിക്കുകയും അതിനുവേണ്ടി ഒരു ആക്ഷൻ എടുക്കുകയും തയ്യാറാവുന്ന ഒരു നിർണായക മുഹൂർത്തമാണ് ചരിത്രത്തിൽ ഈ പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചില രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മാറുന്നു. അത് പ്രധാനമായിട്ടും നമ്മുടെ US-ലാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ട്രംപ് തന്നെയാണ് ആ സമയത്തേക്ക് അവിടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അദ്ദേഹം വന്നപ്പോഴത്തേക്കും പതുക്കെ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു ഹോക്സ് ആണെന്ന് വരെ ട്രംപ് ആ സമയത്ത് പറയുന്നു. EPA, അവിടുത്തെ അമേരിക്കയിലെ ചില ഏജൻസികളാണ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, അതേപോലെ തന്നെ നാസയുടെ തന്നെ ഒരു പ്രൊജക്റ്റുണ്ട്, നാസ എർത്ത് സയൻസ് എന്ന് പറഞ്ഞ നാസയുടെ ഒരു മിഷൻ. ഇങ്ങനെ ഈ സാധനങ്ങൾക്കുള്ള ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കുന്നു. ഇവിടങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാർ, ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ ഈ പറയുന്ന പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങളെല്ലാം തലവന്മാരായി കൊണ്ടുവരുന്നു. ഇതിനെതിരെ വൻപിച്ച ആക്രമണം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്രമണമല്ല പറയുന്നത്, ഈ ഡാറ്റ വരെ പുറത്തേക്ക് ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് അത് ഒളിച്ചു വയ്ക്കുക തുടങ്ങി ഇതിനൊരു ആക്രമണം വരുന്നു. പ്രഖ്യാപിക്കുന്നു 2017 ആകുമ്പോഴത്തേക്കും പ്രഖ്യാപനം വരുന്നു, ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സാധനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ഈ ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞ് 2017 ആകുമ്പോഴത്തേക്കും അമേരിക്ക ഉൾപ്പെടെ ചില രാജ്യങ്ങൾ ഈ ക്ലൈമറ്റ് ചേഞ്ച്, ശരിക്കും വികസിത രാജ്യങ്ങളെന്ന രീതിക്ക് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് വേണ്ടിയിട്ട് ഈ കാലാവസ്ഥയെ വഷളാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും വികസിത രാജ്യങ്ങളാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തൊട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഫോസിൽ ഫ്യൂവൽ ഏറ്റവും കത്തിക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇവർ പിൻവാങ്ങുകയാണ്. ഈ സമയത്താണ് ശാസ്ത്രജ്ഞന്മാർ ഒരു ഡിസ്കഷൻ ഫോർ റെഡിറ്റ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പലരും യൂസ് ചെയ്യുന്നുണ്ടാവും. ആ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ചർച്ചയിൽ പറയുന്നതാണ്, ഇത് ശരിക്കും ശാസ്ത്രജ്ഞനുള്ള ആക്രമണമാണ്. ഇത് നമുക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാതിരുന്നാൽ, ഇതിനെ പ്രതിരോധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് ദൂരവ്യാപകമായ ധാരാളം പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാർച്ച് ചെയ്യാം. അങ്ങനെയാണ് 2017 മാർച്ച് ഉണ്ടാകുന്നത്. ഇത് കാലാവസ്ഥ വ്യതിയാനം മാത്രമല്ല, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥ വ്യതിയാനമെന്ന് പറയുന്നു. കാലാവസ്ഥ വ്യതിയാനം മാത്രമല്ല കാരണം, രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ഈ സയൻസിലുള്ള പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്. ശാസ്ത്ര സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ശാസ്ത്ര സ്ഥാപനങ്ങളുടെ മുകളിൽ ഈ രാഷ്ട്രീയപരമായ ഇടപെടൽ, അത് അമേരിക്ക മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഇവിടെയും കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക്. നമ്മുടെ വാട്ട്സിറ്റി നിയമനമായാലും ശാസ്ത്ര സ്ഥാപനങ്ങളുടെ നിയമനമായാലും എല്ലാം നടക്കുന്നത് പൊളിറ്റിക്കൽ അജണ്ടകൾ വെച്ചിട്ടാണ്. അവരുടെ ഐഡിയോളജി, ആരാണോ അധികാരികൾ, അവരുടെ ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുന്ന, ഫേവർ ചെയ്യുന്ന ആൾക്കാരെ നിയമിക്കുക. അവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി, സ്വാഭാവികമായിട്ടും അങ്ങനെ നിയമിതരാകുന്നവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആരാണോ എന്നെ നിയമിച്ചത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് എന്താണോ വേണ്ടത് സർവ് ചെയ്യുക. അതാണ് നമ്മൾ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇവിടെ മാത്രമല്ല പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഇത് നിർത്തുക, ഈ പറയുന്ന പരിപാടി, ഈ അധികാര സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ നിർത്തുക. ഈ നിർത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര സ്ഥാപനങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഓട്ടോണമി ഉണ്ടാവണം. അവർ പ്യുവർ സയൻസിന് വേണ്ടിയിട്ടും സയൻസിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ശാസ്ത്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക്, സമൂഹത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം അവർ ഒന്നാമത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ ഇടപെടലാണ്. കോർപ്പറേറ്റ് ഇടപെടലുകൾ നമ്മൾ കുറച്ച് ഹിസ്റ്ററി ബാക്കിലെടുത്താൽ തന്നെ കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് ശാസ്ത്രത്തെയും ശാസ്ത്ര പഠനത്തെയും ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ കാലം മുമ്പ് വരെ, നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം, എന്നാലും കുറേ കാലം മുമ്പ് ഈ ടുബാക്കോ കമ്പനികൾ ഈ സയൻസിനെ, ഈ പഠനങ്ങളെ, ഈ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എന്തിനാണ്? ടുബാക്കോയും ക്യാൻസറും അല്ലെങ്കിൽ അസുഖങ്ങളും തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പഠനങ്ങളെ അവർ സ്പോൺസർ ചെയ്ത് ധാരാളം പേപ്പറുകളെ സമയത്ത് ഇറക്കുമായിരുന്നു ടുബാക്കോ കമ്പനികൾ. ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെപ്പോഴാണ് അവർ ആ ഒരു ഇന്ന് മാറുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യത്തിനകത്ത് ഫോസിൽ ഫ്യൂവൽ കമ്പനികളുടെ വലിയൊരു സ്പോൺസർഷിപ്പ് ഉണ്ട്. ഈ ഫോസിൽ കത്തിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ബന്ധമില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഉള്ള പഠനങ്ങൾ അവർ പ്രോത്സാഹിപ്പിക്കുക. കോർപ്പറേറ്റ് കമ്പനികൾ പ്രോത്സാഹിപ്പിക്കും, പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന, അവർക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കുന്ന ഗവേഷണങ്ങളായിരിക്കും സ്വാഭാവികമായിട്ട് അവർ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 2017 മാർച്ച് 22 എർത്ത് ഡേയിൽ നടന്ന മാർച്ച് ഫോർ സയൻസിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ പറഞ്ഞു ലക്ഷങ്ങളാണെന്ന് മാർച്ച് ചെയ്യുന്നത്.
ഈ മാർച്ചിൽ ചില സ്പെസിഫിക് ഡിമാൻഡുകൾ മുന്നിട്ട് വച്ചിരുന്നു. ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ഗവൺമെൻറ് പോളിസി, പബ്ലിക് പോളിസി എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. നമ്മുടെ പൊതു നയരൂപീകരണം, ഗവൺമെൻറ് എന്ത് നയവും ഉണ്ടാക്കുന്നത് അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നയം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഉണ്ടിരുന്ന നമ്മുടെ വിളി വന്നതുപോലെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞല്ല പബ്ലിക് പോളിസി ഉണ്ടാക്കേണ്ടത്. നമ്മുടെ കോവിഡ് സമയം നമ്മൾ കണ്ടതാണ്. കോവിഡ് സമയത്ത് ശാസ്ത്രത്തിൻ്റെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നയം രൂപീകരിക്കുകയും അതിനനുസരിച്ച് ആക്ട് ചെയ്യുകയും ചെയ്ത രാജ്യങ്ങൾ ഈ ആക്രമണത്തിൽ നിന്നും കുറച്ചൊരു രക്ഷപ്പെട്ടു. ഇതിനെ കുറച്ചുകൂടെ അവർക്ക് എളുപ്പത്തിൽ അത് സർവൈവ് ചെയ്യാൻ പറ്റി. എന്നാൽ ഇതിനെ മൈൻഡ് ചെയ്യാത്ത രാജ്യങ്ങളിൽ ഡിസാസ്റ്റേഴ്സ്, വളരെ ഭീകരമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്, മരണങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഇവിടെ 2018 നടന്ന വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ എവിഡൻസ് ബേസ്ഡ് ആവണം പബ്ലിക് പോളിസി എന്ന് പറയുന്നതിന് തെളിവായിട്ട് പറയാറുണ്ട്. രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് പാടില്ല. ശാസ്ത്ര ഗവേഷണങ്ങളായാലും ശാസ്ത്ര സ്ഥാപനങ്ങളിൽ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് പാടില്ല. മൂന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഗവേഷണത്തെ ഈ ഫണ്ടിങ് പ്രോത്സാഹിപ്പിക്കണം, ഫണ്ടിങ് കൂട്ടണം, ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കണം, ശാസ്ത്രത്തിന് വേണ്ടി മുടക്കുന്ന ഫണ്ട് തുക വർദ്ധിപ്പിക്കണം. നമ്മുടെ ഇന്ത്യയിലെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ റിസർച്ചിന് വേണ്ടി ചിലവാക്കുന്നത് 0.6 തൊട്ട്, ശാസ്ത്ര ഗവേഷണം ചിലവാക്കുന്ന 0.6 തൊട്ട് GDP-യുടെ 0.6 മുതൽ 0.7 വരെയുള്ള ശതമാനമാണ്. വളരെ നമ്മുടെ GDP നോക്കിക്കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ തുകയാണ് റിസർച്ചിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കുന്നത്. ഇത് മറ്റ് വികസിത രാജ്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറവാണ്. അത് അമേരിക്കയിൽ എനിക്ക് തോന്നുന്നത് 3 to 5%, അമേരിക്ക, ചൈന, ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ GDP ഇന്ത്യയെക്കാളും പല മടങ്ങ് വലുതാണ്. അതുകൊണ്ട് തന്നെ അവർ മുടക്കുന്ന കാശെന്ന് പറയുന്നത് നമ്മൾ ഈ ശതമാനം കണക്കിൻ്റെ ഇരട്ടി 5-6 മടങ്ങ് ശതമാനത്തിൽ ഇരട്ടി എന്നുള്ളതുകൊണ്ട് എമൗണ്ട് 5-6 മടങ്ങായിരിക്കില്ല. അതിനേക്കാളും വളരെ വളരെ കൂടുതൽ എമൗണ്ടാണ് അവരുടെ ശാസ്ത്ര ഗവേഷണത്തിനായിട്ട് മുടക്കുന്നത്. ഞാൻ നേരത്തെ നഗേഷ് സാർ സൂചിപ്പിച്ച ഒരു ശാസ്ത്ര പ്രവർത്തകനാണ്. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എന്ന സംഘടനയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഈ കുട്ടികൾ, പലതരം കുട്ടികൾ, ശാസ്ത്രത്തിനോട് താല്പര്യമുള്ള ഒത്തിരി കുട്ടികൾ നമ്മുടെ വോളണ്ടിയർമാരായിട്ടും മറ്റുമൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഇവിടെ കഴിക്കുക, നല്ല മാർക്ക് വാങ്ങുക, നേരെ ഗവേഷണത്തിനായിട്ട് പുറം രാജ്യങ്ങളിൽ പോവുക. കാരണം ഇവിടെ അവനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അതാണ്. അതിന് നമ്മുടെ ഈ ശാസ്ത്ര പ്രവർത്തനത്തിൻ്റെ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തു സർട്ടിഫിക്കറ്റൊക്കെ ചിലർ മേടിക്കാറുണ്ട്. കാരണം ഇത് അവിടങ്ങളിൽ വിലയുണ്ടാവും. ഒരു സയൻസ് പബ്ലിക് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചു എന്ന് പറയുന്നതിന് അവിടെ ഒരു വില കൊടുക്കുന്നുള്ളതുകൊണ്ട് എനിക്കറിയാവുന്ന 3, 4, 5, 6 എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ തന്നെ ഒരു 5-6 പേര് ഓർമ്മ വരുന്നുണ്ട്. വിദേശങ്ങളിൽ ജർമ്മനിയിലും പോളണ്ടിലും മറ്റുമൊക്കെ ശാസ്ത്ര ഗവേഷകരായിട്ട് അവരുടെ നമ്മൾ ബ്രെയിൻ ട്രെയിൻ എന്ന് പറയുന്നത് തന്നെയാണ്. ആൾക്കാർ വെളിയിൽ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചില സാമ്പത്തിക കാര്യങ്ങൾ നോക്കി പോകാറുണ്ട്. അതേസമയം തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടുത്തെ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നുകൊണ്ട് അവർക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ നേരെ ഇവിടെ നിന്ന് സ്ഥലം വിട്ട് വെളിയിൽ പോയി ഗവേഷണം നടത്തുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ തലമുറ കൊണ്ടാടുന്ന മറ്റേ താണു പത്മനാഭൻ US-ലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അദ്ദേഹം അവിടെയാണ് ഗവേഷണം നടത്തുന്നത്. നമ്മൾ നമ്മുടെ ശാസ്ത്രജ്ഞനാണെന്നൊക്കെ പറയും പോലും അവരെല്ലാവരും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറല്ലേ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നും സയൻറ്റിസ്റ്റുകൾ, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളുടെ പേര് പറയൂ എന്ന് ഒരു എക്സസൈസായിട്ട് ഞങ്ങൾ സ്കൂളുകളിലോ മറ്റൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്. CV രാമൻ, JC ബോസ്, ഇങ്ങനെയൊക്കെയാണ് ശാസ്ത്രജ്ഞരുടെ പേര് പറയുന്നത്. ചിലർ അബ്ദുൽ കലാം എന്ന് പറയും. അബ്ദുൽ കലാം ഒരു ശാസ്ത്രജ്ഞനല്ല, അതൊരു ടെക്നോക്രാറ്റാണ്. CV രാമൻ, JC ബോസ് എന്ന് തുടങ്ങിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്തുള്ള ശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് പറയാൻ പേരുകളില്ല എന്നതാണ് വാസ്തവം. അതിന് കാരണമെന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ വേറൊരു ഡീറ്റെയിൽ ടോപ്പിക്കായുണ്ട്. ഞാനത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ മാർക്സ് ഫോർ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, അതിനകത്തുള്ള ഇടപെടലുകളും മറ്റും അവസാനിപ്പിക്കുക എന്നാണ് മാർക്സ് ഫോർ സയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്. അത് നമുക്ക് എനിക്കൊന്ന് നാഗേഷ് സാറിൻ്റെ ഒരു ടോപ്പിക്കിൽ അതുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു പോകും. എന്നാൽ ഈ ഇന്ത്യയിൽ അത് ഒരു വളരെ കോണ്ടക്സ്റ്റിലായിട്ട് അവസാനം ഇപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും NCERT നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും ഡാർവിൻ്റെ തിയറിയും പരിണാമ സിദ്ധാന്തവും പീരിയോഡിക്കൽ ടേബിൾസും, ഇത് 2 പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പോർഷൻ മാറ്റി വയ്ക്കുന്നതല്ല. ഇത് 2 ഇപ്പോൾ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ബയോളജി പറയുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ബയോളജി തന്നെ ഏതാണ്ട് പടുത്തുയർത്തിയെന്ന് പറയാം. ആ സാധനം പഠിപ്പിക്കേണ്ട എന്നാണ് NCERT പറയുന്നത്. ഹയർ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയാൽ മതി. അതേപോലെ തന്നെ പീരിയോഡിക് ടേബിളും അതുപോലെ തന്നെയാണ്
ഇപ്പോൾ താഴത്തതിൽ പഠിക്കേണ്ട. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെമിസ്ട്രിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് എലമെൻറ്റിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടെന്ന കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് പീരിയോഡിക് ടേബിൾ. ഇത് രണ്ടും ഈ അതാത് ശാസ്ത്ര ശാഖകളുടെ വളരെ അടിസ്ഥാന തത്വങ്ങളാണ്, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. സിലബസ് പരിഷ്കരണം ഉണ്ടാവണം, ചില ടോപ്പിക്കുകൾ ഔട്ട്ഡേറ്റഡ് ടോപ്പിക്കുകൾ മാറ്റണം, പുതിയത് ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഇത്തരം ചേഞ്ച് വരുത്തി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അടിസ്ഥാനമില്ലാത്ത വളരെ ദുർബലമായി മാത്രമേ ഈ കാര്യങ്ങൾ ഉപരിപ്ലവമായിട്ട് നമ്മൾ തന്നെ എന്താ പറയുക, വളരെ ഈ തൊലിപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികളായി പോകും. അടിസ്ഥാന ധാരണ ഉണ്ടാവില്ല. ഈ നമ്മുടെ ഡാർവിൻ്റെ തിയറി നോക്കിക്കഴിഞ്ഞാൽ, തിയറി ഓഫ് എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ബാക്കിലോട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് അസ്ഥി കിട്ടിയിട്ടുണ്ട്, അതിന് മുമ്പൊരു 500 കൊല്ലം മുമ്പ് ഇങ്ങനൊരു അസ്ഥി കിട്ടി, അപ്പോൾ അതിനിടയ്ക്കൊരു അസ്ഥി ഉണ്ട്, അതിനിടയ്ക്കൊരു ജീവിയുണ്ട്, അത് കണ്ടുപിടിക്കണം. അതേപോലെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര അറ്റോമിക് മാസുള്ള ആദ്യം പീരിയോഡിക് ടേബിൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് എല്ലാ എലമെൻറ്റും ആ കോളം മൊത്തം ഫിൽഡല്ല, പല സ്ഥലങ്ങൾ ഒഴിഞ്ഞടക്കുകയാണ്. അപ്പോൾ ഒഴിഞ്ഞടം നോക്കിയിട്ട് ഇത്ര അറ്റോമിക് മാസുള്ള ഒരു എലമെൻ്റ് ഉണ്ട്, അത് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ആ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ആയി വരുന്നത്. അപ്പോൾ ഇത്തരം ഈ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മുടെ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവരുത്. നമ്മുടെ ഇന്ത്യയിലാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ, നമ്മുടെ നെഹ്റുവാണ് ഈ വാക്ക് കോയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ഭരണഘടനയിലുണ്ട്. അത് ഭരണഘടനയിൽ എത്ര കാലം കാണുമെന്ന കാര്യം എനിക്കറിയില്ല, കാരണം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളുടെ പോക്കിപ്പോൾ. ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സാധനം നമുക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചോദ്യം ചോദിക്കാതാവും, കാര്യങ്ങളോട് തെളിവ് ചോദിക്കാതാവും. ഈ തെളിവ് ചോദിക്കാത്ത, എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന, എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഈ 3 കാര്യങ്ങൾ, 1 ചോദ്യം ചോദിക്കില്ല, 2 എന്തും വിശ്വസിക്കും, എന്തും അനുസരിക്കും, ഈ ഒരു സൊസൈറ്റിയാണോ നമുക്ക് ഉണ്ടാക്കേണ്ടെന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനമല്ല. നമ്മുടെ വിദ്യാഭ്യാസം സയൻറ്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യുന്നതാവണമെന്ന് പറയുമ്പോഴത്തേക്കും സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് ശരിക്കും ഒരു മാതൃകാ പൗരനെ സൃഷ്ടിച്ചെടുക്കാനുള്ളതാണ്. ആ മാതൃകാ പൗരനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവ് ആവശ്യപ്പെടുന്നത്. ഇത് ഒരു മാതൃകാ പൗരനാണ്. ഇപ്പോൾ ഇത്തരം ഈ സാഹചര്യം ആവശ്യമില്ല, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ ആവശ്യമില്ല എന്ന് പറയുന്നിടത്താണ് വിദ്യാഭ്യാസത്തിന് പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പൊതുവെ തിരിച്ച് ഒരു വലിയൊരു ചോദ്യം ഈ മാർച്ച് ഫോർ സയൻസിനോട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സയൻറ്റിസ്റ്റുകളാണല്ലോ മാർച്ച് ചെയ്തത്, ഈ സയൻറ്റിസ്റ്റുകൾക്ക് കണ്ടുപിടുത്തം, ഇതിനെ കൗണ്ടർ ചെയ്യുന്നവർ കണ്ടുപിടുത്തം നടത്തി വന്നാൽ പോരെ? അവർ സയൻസിൽ നിങ്ങളുടെ ഇരുന്ന് ഒരു പുതിയ തിയറി കണ്ടുപിടിച്ചാൽ പോരെ? അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയുന്ന കാര്യം പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്താൽ പോരെ? എന്തിനാണ് മാർച്ച് ചെയ്യേണ്ടത്? അതൊരു ചോദ്യം, വലിയൊരു ചോദ്യമായിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾ സയൻറ്റിസ്റ്റുകളാണല്ലോ, നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ശാസ്ത്ര ഗവേഷണം നടത്തിക്കൊണ്ട് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നൊരു ചോദ്യം. അത് പൊതുവേ എല്ലാവരും ഈ സയൻറ്റിസ്റ്റുകളോട് മാത്രമല്ല എല്ലാവരോടും ചോദിക്കാറുണ്ട്. ഈ ആർട്ടിസ്റ്റുകൾ എന്തെങ്കിലും രീതിക്ക് പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളോട് ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ കലയിലൂടെ പ്രതിഷേധിക്കും, നിങ്ങൾ എന്തിനാണ് മാർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നത്? ഇങ്ങനെ എല്ലാവരോടും അങ്ങനെ, അതായത് നിങ്ങൾ പ്രതിഷേധം പുറത്ത് വരണ്ട എന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാസ്ത്രം എന്ന് പറയുന്നത് വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നതാണ്. ശാസ്ത്രം വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നതാണ് എന്ന് മാത്രമല്ല, ശാസ്ത്രം വളരുന്നത് അത് വിമർശിക്കപ്പെടുമ്പോഴാണ്. തിരുത്തലുകൾ വന്നുകൊണ്ടാണ് എപ്പോഴും ശാസ്ത്രം വളർന്നു വരുന്നത്. അതുകൊണ്ട് സയൻസിന് വിമർശനത്തെ പേടിയില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് വിമർശനമല്ല, അത് ഒരു പൊളിറ്റിക്കൽ അറ്റാക്കാണ്, സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള അറ്റാക്കാണ് സയൻസിന് നേരെ. നമ്മുടെ ലോകത്ത് മാത്രമല്ല, ഇന്ത്യയിലും എല്ലായിടത്തും, മിക്കവാറും എല്ലായിടത്തും ഇപ്പോൾ ഒരേപോലെ, എനിക്കറിയില്ല എങ്ങനെയാണ് ഈ ഒരമ്മ പെറ്റതുപോലെ എല്ലായിടത്തും ഒരേ ആൾക്കാർ, ഒരേ സ്വഭാവമുള്ള ആൾക്കാർ വന്നു നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. എങ്ങനെയാണ് ഇത് ഒത്തുവരുന്നത്? നമ്മുടെ ചില കഥകളിലുണ്ടല്ലോ, എല്ലാ ഗ്രഹങ്ങളും പ്രത്യേക അലൈൻമെൻ്റ് എന്ന് പറയുന്ന പോലെ എല്ലായിടത്തും നടക്കുന്നത്, ശാസ്ത്രത്തിന് നടക്കുന്നത് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള അറ്റാക്കാണ്. ഇതിനെ സയൻസിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് ഈ ആക്രമണത്തെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഈ സയൻറ്റിസ്റ്റുകൾ പുറത്തിറങ്ങി മൂവ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ പറ്റുള്ളൂ, പ്രൊട്ടസ്റ്റ് ചെയ്താൽ മാത്രമേ പറ്റൂ. സയൻറ്റിസ്റ്റുകൾ മാത്രമല്ല, എല്ലാവരും, അത് എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള വഴി എന്ന് പറയുന്നത്. മാർച്ച് ഫോർ സയൻസ് എന്ന് പറയുന്നത് സയൻസിനെ രക്ഷിക്കാനുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമല്ല, അതൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു മൂവ്മെൻറ്റാണ്. ഡെമോക്രസിക്ക് വേണ്ടിയുള്ള,
ഫ്രീഡത്തിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റാണ് മാർച്ച് ഫോർ സയൻസ് എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഫ്രീഡം എന്ന് പറയുന്നത് എന്തും പറയുന്നത് അതേപടി വിശ്വസിക്കുക, പറയുന്നത് അതേപടി അനുസരിക്കുക, പറയുന്ന ജോലി ചെയ്യുക, അതല്ല ഫ്രീഡം എന്ന് പറയുന്നത്. ഫ്രീഡം എന്ന് പറയുന്നത് ഒരു യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവാണ്. നമുക്ക് ശരിയല്ലാന്ന കാര്യങ്ങൾ ശരിയല്ലാന്ന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ തോന്നുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാനുള്ള കഴിവാണ്, തെളിവ് ആവശ്യപ്പെടാനുള്ള കഴിവാണ്. ഈ കഴിവിനെയാണ് ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു ഫൈറ്റാണ് മാർച്ച് ഫോർ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മാർച്ച് ഫോർ സയൻസ് എന്ന പ്ലാറ്റ്ഫോമിൽ ആവണമെന്ന് നിർബന്ധമില്ല, എങ്കിൽ പോലും ശാസ്ത്രത്തിന് വേണ്ടി നിൽക്കുന്നവരും ശാസ്ത്രത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇന്ത്യയിലെ മാർച്ച് ഫോർ സയൻസ് പൊതുവെ നടക്കുന്നത് മാർച്ച് എന്ന് പറയുന്നത് ഗ്ലോബൽ മാർച്ച് ഫോർ സയൻസ് മാർച്ച് എർത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ മാർച്ച് എന്ന് പറയുന്നത് പരീക്ഷയുടെ മാസവും പിന്നെ ഇവിടെ നമ്മുടെ ഫിനാൻഷ്യൽ റെൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര തിരക്കിലൊന്നുള്ളതുകൊണ്ട് പൊതുവെ ഓഗസ്റ്റ് മാസങ്ങളിലേക്കാണ് പൊതുവെ ഇന്ത്യ മാർച്ച് ഫോർ സയൻസ് നടക്കുന്നത്. ഇതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംഘടനയോ ചട്ടക്കൂടോ അങ്ങനെയൊന്നുമില്ല. ചില ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ TFRലുണ്ടായിരുന്ന ഒരു പ്രൊഫസർ ഡാനി, സൗമിത്ര ബാനർജി, അദ്ദേഹം ഐസറിലുണ്ടായിരുന്നു. ഇവിടെ കുര്യൻ ഐസക് സാർ നമ്മുടെ TFRലുണ്ടായിരുന്നു, ഇപ്പോൾ IIST, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് പ്രമുഖരായ ശാസ്ത്രജ്ഞർ നേതൃത്വം നൽകുന്നതാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചട്ടക്കൂടുള്ള സംഘടനയൊന്നുമല്ല. പ്രധാനമായിട്ടും ഇന്ത്യൻ മാർച്ച് ഫോർ സയൻസ് നടക്കുന്നത് ശാസ്ത്ര സംഘടനകളുടെ ഒരു കൺസോർഷ്യം എന്ന രീതിക്കാണ്. ഇപ്പോൾ നാഗേഷ് സാറും നമ്മുടെ ശാസ്ത്രാധിത പരിഷത്തും ഇങ്ങനെ തുടങ്ങി പല സംഘടനകളും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് മാർച്ച് ഫോർ സയൻസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയും ഒക്കെ ചേർന്നിട്ട് അസോസിയേറ്റ് ചെയ്താണ് മാർച്ച് ഫോർ സയൻസ് നടക്കുന്നത്. അപ്പോൾ അതിനെയും നമുക്ക് സ്ട്രീം ലൈനിൽ കൊണ്ടുവരാനുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരുടെയും ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആ രീതിക്ക് അതിൻ്റെ വരുമ്പോൾ നിങ്ങൾ സഹകരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിക്കുന്നത് ഡിമാൻഡ്, നിങ്ങൾ ഈ ഡിമാൻഡ് 2017 മാർച്ച് ചെയ്യുന്നതാണല്ലോ, ഡിമാൻഡ് എന്തെങ്കിലും നേടിയോ എന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം മൂവ്മെൻറ്റുകളുടെ ഡിമാൻഡ്, മൂവ്മെൻറ്റുകളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് അല്ല. ഒരു മാർച്ച് കടന്ന് പിറ്റേ ദിവസമല്ല മൂവ്മെൻറ്റുകൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്, അത് ഗ്രാജുവലായിട്ടുണ്ടാവുന്നതാണ്. അതുണ്ടാവും, ആ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഫലം ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ കുറച്ച് എന്തൊക്കെ ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ചോദ്യങ്ങളുണ്ടെങ്കിലാവാം. ഈ പീരിയോഡിക്കൽ ടേബിൾസ് ഞാൻ ശരിക്കും പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു 8th-ലോ 9th-ലോ പണ്ട്. പക്ഷെ അന്ന് വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമാണ് അത് എൻജോയ് ചെയ്ത് പഠിച്ചത്. കാരണം അതെന്തോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ഞാനും പഠിച്ചതെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം മോഡൽ സ്കൂളിലാണ്. അന്ന് ഒരുമാതിരി നല്ലവണ്ണം പഠിക്കും. പക്ഷെ അവരിൽ വലിയൊരു ഭാഗം, മോർ ദാൻ 75% ആൾക്കാരും ഇതെന്തോ വലിയൊരു കിട്ടാക്കനിയാണ് എന്നുള്ള രീതിയിൽ അത് പഠിപ്പിക്കുന്ന രീതിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സാറ് എന്നെ ഇപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ വേണ്ടേ പഠിപ്പിക്കാൻ. ചെറിയ ക്ലാസ്സുകളിൽ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചേർഡ് ഫോമിന് പകരം കുറേ കൂടെ സിമ്പിളാക്കിക്കൊണ്ടുള്ള ഒരു അപ്രോച്ചല്ലേ വേണ്ടത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഹയർ സ്റ്റഡീസിലാണ് കുറേ കൂടെ നല്ല, ഹയർ ക്ലാസ്സിലാണ് കുറേ കൂടെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ കുറേ കൂടെ സിമ്പിളിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. പിന്നെ വേറൊന്നും ഐസർ പോലുള്ള സ്ഥലങ്ങളിൽ എൻ്റെ ശേഷാരം അവിടെ പഠിച്ചിരുന്നു. ഒരു ഫസ്റ്റ് ഇയറിൽ അവർക്ക് ഇതൊരു സ്റ്റൈപ്പൻഡ് കിട്ടുമായിരുന്നു, 5000 രൂപേൻ്റെ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അവിടെ സ്റ്റൈപ്പൻഡ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു PhD പോകുമ്പോഴത്തേക്ക് ഉള്ള സ്റ്റൈപ്പൻഡൊക്കെ വളരെ കുറച്ചു. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് സാർ രണ്ടാമത് പറഞ്ഞ കാര്യം മാർച്ച് ഫോർ സയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. മാർച്ച് ഫോർ സയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ഈ റിസർച്ച് സ്കോളേഴ്സിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഈ അനുമതി കിട്ടുന്നത്, ഗവേഷണത്തിനുള്ള വിഷയങ്ങൾക്ക് അനുമതി കിട്ടുന്നത്, അത് ഈ വലിയൊരു പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അറിയാം, ഇപ്പോൾ ചില പ്രത്യേകതരം വിഷയങ്ങളിൽ നമ്മൾ ഗവേഷണത്തിനായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അനുമതി കിട്ടും, ഫണ്ടും ധാരാളം കിട്ടും. അതാ ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഇപ്പോൾ പശുവായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സഞ്ജീവനി പർവ്വതത്തിനുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ഗവേഷണം നടത്താനായിട്ട് വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് അനുമതി കിട്ടുകയും പ്രോത്സാഹനം കിട്ടുകയും ചെയ്യും. എന്നാൽ റിയൽ സയൻസിന് അനുമതി കിട്ടാൻ വലിയ പാടാണ്. ഫണ്ടിങ്ങിനും ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്ന പീരിയോഡിക് ടേബിൾ മാത്രമല്ല, നമ്മൾ പഠിപ്പിച്ച പ്രത്യേകിച്ച് നമ്മുടെ ഏജിൽ, ഇപ്പോഴത്തതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ കാലഘട്ടങ്ങളിൽ ഈ പഠിപ്പിക്കലിന് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചിലരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ട്രിഗ്നോമെട്രി പഠിക്കുന്ന എന്തിനാണെന്ന്, പഠിച്ചത് എന്തിനാണെന്ന് ഇന്നും അറിയാത്ത ആൾക്കാർ
ഉണ്ട്. ട്രിഗ്നോമെട്രി പഠിച്ചത് എന്തിനാണെന്ന് ഇന്നും അറിയാത്ത ആൾക്കാരുണ്ട്. ഈ അതേപോലെ പീരിയോഡിക് ടേബിൾ, എനിക്ക് കെമിസ്ട്രി വളരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. ഈ പറയുന്ന സാധനങ്ങൾ അടിച്ചിരുത്തിയിട്ട് കാണാതെ പറഞ്ഞ് ഇതിൽ ഏഴാമത്തെ മൂന്നാമത്തെ ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം പഠിപ്പിക്കലുള്ളൂ. പക്ഷെ പിന്നീട് നമ്മളിത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴുമാണ് ഇതെന്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്ത് രസകരമായ സാധനമാണ് ഈ പറയുന്ന കണക്ക് നമ്മൾ ഇത്രയും ട്രൈ ആയിട്ട്. അതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ച് പാഠപുസ്തകങ്ങളുണ്ടാവാം, കുറച്ച് അധ്യാപകർക്ക് ആ ധാരണയില്ലാത്തതാവാം. ഹിസ്റ്ററി, ചരിത്രം പഠിച്ച് നമ്മൾ ഇത്രയും ബോറിംഗ് ആയിട്ട് ചരിത്രം പഠിച്ചിട്ട് വന്ന ആൾക്കാരാണ്. എന്നിട്ട് പിന്നീട് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഇത്രയും രസകരമായിട്ടുള്ള നമുക്ക് ഇത്രയും ഉൾക്കാഴ്ച നൽകുന്ന, ചരിത്രത്തിൽ ഇത്രയും ഉൾക്കാഴ്ച നൽകുന്ന സാധനമാണ് ഇങ്ങനെ ഇവർ ഇത്രയും ട്രൈ ആക്കിയതല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം വന്നു പോകാറുണ്ട്. അപ്പം അത് കുറച്ചധികം പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് വലിയൊരു വിഷയമാണ് സാറേ. നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി നമുക്ക് വിദ്യാഭ്യാസ നയങ്ങളൊക്കെ രൂപീകരിച്ചുള്ള പ്രാധാന്യം നൽകിയിരുന്നതിൻ്റെ ശാസ്ത്ര വിഷയങ്ങളായിരുന്നു. അങ്ങനെ ഒരു എല്ലാ സിലബസിലും എല്ലാം ശാസ്ത്രീയ വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകുകയും വിദ്യാർത്ഥികളെല്ലാം ശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടി ഉത്സാഹിതരായി എല്ലാവരും വളരെയധികം ശാസ്ത്രീയ ബോധങ്ങളുണ്ടായി. പക്ഷേ ശാസ്ത്രീയ ബോധം ഉണ്ടായോ എന്നുള്ളതിൻ്റെ ഒരു സംശയമാണ്. കഴിഞ്ഞ ഒരു 30 വർഷത്തെ നമ്മളിപ്പോൾ അവലോകനം ചെയ്യുമ്പം ഈ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളും എല്ലാം ശാസ്ത്രം പഠിക്കുന്നത് ഏതോ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നതിലുപരി ശരിയായ ശാസ്ത്രീയ ബോധം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. കാരണം ഇന്ന് നമ്മൾ ഈ യുക്തിചിന്തകൾക്കും ബുദ്ധിക്കും ശാസ്ത്രീയ ബോധത്തിനും മറുമരുന്നായിട്ട് ഇന്ന് ഭക്തിയുടെ മാർഗമല്ലേ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ എന്താണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഭക്തിയുടെ മാർഗത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസം ചെയ്ത ഈ ശാസ്ത്ര വിദ്യാഭ്യാസം ചെയ്ത യുവജനങ്ങളുടെ എല്ലാം ഒരു തള്ളിക്കയറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാർ അതിനെ എങ്ങനെ കാണുന്നു? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് വളരെ തീരെ ചെറുപ്പമുള്ള കുറച്ച് പേരേ ഉള്ളൂ. ഒരു മിഡിൽ ഏജിലാണ് ഞാൻ കൂടുതലും കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മതവും ജാതിയും എന്ന് പറയുന്ന സാധനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ലാണ്ടാവും എന്ന് ഉറപ്പായിട്ടും പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. ആ സമയത്താണ് ശാസ്ത്രാർത്ഥ പരിഷത്തൊക്കെ വളരെ ആക്റ്റീവായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് കാണില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് മാറിയിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച രാമേന്ദ്രൻ നായരായി, മറ്റേ ആൾ നമ്പീശനായി, എല്ലാ വാലുകളും ഇല്ലാത്ത അവരുടെ SLC ബുക്കില്ലാത്ത വാലുകൾ വരുന്നു. അപ്പോൾ ഒരു അപജയം ഈ വിഷയത്തിനകത്ത് കാര്യമായിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ പ്രോഗ്രസീവായിട്ടുള്ള ഈ പല സ്ഥാപനങ്ങളുടെയും പല പ്രസ്ഥാനങ്ങളുടെയും വീഴ്ച ഒരു വലിയ കാരണമായിട്ടുണ്ട്. വളരെ പ്രോഗ്രസീവായിട്ട് ഇപ്പോൾ ശാസ്ത്രാർത്ഥ പരിഷത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന ഞാൻ ഒരു സംഘടന രീതിക്ക് ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല, പക്ഷെ അവർ ആ കടമ ആ രീതിക്ക് അവർക്ക് തുടർന്ന് നിറവേറ്റാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ബ്രേക്ക് ത്രൂ ആയിട്ട് സഹകരിച്ച ആൾക്കാർ വരുമ്പോൾ ഞാൻ ശാസ്ത്രാർത്ഥ പരിഷത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, നമുക്ക് അതുപോലെ ചെയ്യണം. ആ പ്രസ്ഥാനം അതിൻ്റെ ഫോക്കസ് മാറ്റിയപ്പോൾ ഉണ്ടായിരുന്ന വലിയൊരു നഷ്ടം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഫോക്കസ് മാറുമ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കയറി വരുന്നത്. പലതും വോട്ട് ബാങ്ക് രാഷ്ട്രീയം പ്രീണിപ്പിക്കലും ഒക്കെ കൂടിയിട്ട് ഒരു അപജയം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പെർമനൻ്റ് അല്ല, നമുക്ക് തിരിച്ചു പിടിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഫൈറ്റ് ചെയ്യേണ്ടി വരും, ഫൈറ്റ് ചെയ്ത് തന്നെ തിരിച്ചു പിടിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഈ യുക്തിചിന്ത അവർക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.